ചേച്ചി ഇങ്ങനെ വിഷമിച്ച എങ്ങനെയാ? അവൻ ഏതായാലും ഈ വിവരം വന്ന് ചേച്ചിയോട് പറയാനുള്ളൊരു മനസ്സുണ്ടായല്ലോ. അംബിക ഒരു സമാധാനമില്ലാതെ ഇരിക്കുന്നത് കണ്ടതും അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അനുജത്തിയായ അമ്പിളി പറയുന്നുണ്ട്, അമ്പിളി, അവൻ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞത് എത്ര സന്തോഷത്തിലാണെന്ന് അറിയുമോ? അതിനർത്ഥം ആ കൊച്ചിന്റെ തന്തയവൻ അവൻ അത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടെന്ന് തന്നെയല്ലേ? അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഒരൽപ്പം ദേഷ്യത്തോട് തന്നെ അംബിക പറയുന്നുണ്ടായിരുന്നു. അത് ചേച്ചിക്ക് മനസ്സിലായല്ലോ. അവൻ ഇഷ്ടമില്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്ന് ആർക്കറിയാത്തത്? ഇനിയിപ്പോൾ അതങ്ങ് സമ്മതിക്കുക എന്നുള്ളതല്ലേ ചേച്ചി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഏതാണെങ്കിലും അവന്റെ കുഞ്ഞല്ലേ, നമുക്കതിനെ അങ്ങനെ അകറ്റി നിർത്താൻ പറ്റുമോ? അമ്പിളി അത് ചോദിച്ച നിമിഷം തന്നെ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു ഉണ്ടായിരുന്നത്. ഞെട്ടലോടെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏറെ ദേഷ്യത്തോടെ അംബിക പറഞ്ഞു, നീ എന്താ പറഞ്ഞത്? ആ കുഞ്ഞിനെ ഞാൻ അംഗീകരിക്കണമെന്നോ? ഇവിടുത്തെ വേലക്കാരുടെ മകളുടെ വയറ്റിൽ എന്റെ മകന്റെ കുഞ്ഞ് ജനിച്ചാൽ ഉടനെ അത് ഈ തറവാട്ടിലെ കുട്ടിയാകുമെന്നാണോ നീ പറയുന്നത്? ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ആ കുഞ്ഞ് ജനിക്കാൻ പാടില്ല. ചേച്ചി എന്തൊക്കെ ഈ പറയുന്നത്? മനസ്സിലാവാത്തതുപോലെ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അമ്പിളി ഒരു നിമിഷം ചോദിച്ചു പോയി. അത് ജനിക്കാൻ പാടില്ല എന്ന് തന്നെ. ജനിച്ചാൽ അത് അനന്തന്റെ ഭാവിയെ മാത്രമല്ല ഈ വീടിന്റെ അന്തസ്സിനെ വരെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറും. അതുകൊണ്ട് ഇതങ്ങനെ ഒന്നും സംഭവിക്കാനേ പാടില്ല. എനിക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. ചേച്ചി എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നത്? മനസ്സിലാവാത്തതുപോലെ അമ്പിളി വീണ്ടും ചോദിച്ചു, നമ്മുടെ അഞ്ജു ഡോക്ടർ അല്ലേ? നീ അവളോടൊന്ന് ചോദിച്ചു നോക്കണം. എന്ത്? അമ്പിളി ചോദിച്ചു. ഇതിനെ ഇല്ലാതെയാക്കാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന്. എന്താണെങ്കിലും അത് ചെയ്യാമായിരുന്നു. വല്ല മരുന്നും കലക്കി കൊടുത്താൽ അതങ്ങ് പോകുന്നതാണെങ്കിൽ ഇപ്പോൾ തുടക്കമല്ലേ. നമ്മളൊക്കെ പ്രസവിച്ചിട്ടുള്ളതല്ലേ. ഈ സമയത്ത് ഒന്നും കാണില്ല. എങ്ങനെയെങ്കിലും അവളെ ഇവിടെ എത്തിക്കണം. അവളെ ഇവിടെ എത്തിച്ചാൽ ഉറപ്പായിട്ടും ആ കുഞ്ഞിനെ ഇല്ലാതെയാക്കാൻ എനിക്ക് സാധിക്കും. ഒരിത്തിരി എണ്ണയിട്ട വഴിയിൽ വീണാ പോരെ? അല്ലെങ്കിൽ ബാത്റൂമിൽ അറിയാതെ ഒന്ന് കാല് തെന്നിയാൽ പോരെ? പിന്നെ ആ ജീവൻ അങ്ങ് പോവില്ലേ? ഒരു ക്രൂരഭാവത്തോടെ അംബിക അത് പറഞ്ഞ നിമിഷം വല്ലാത്തൊരു ഞെട്ടലോടെ തന്നെ അവരുടെ മുഖത്തേക്ക് അമ്പിളി നോക്കി. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? എന്തൊക്കെയാണെങ്കിലും അത് നമ്മുടെ അനന്തന്റെ കുഞ്ഞല്ലേ. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമോ? എന്താ ചെയ്യാതിരിക്കാൻ? ആനന്ദന്റെ കുഞ്ഞ് മാത്രമാണോ? ആ കുഞ്ഞ് ജനിക്കുന്നത് ആരുടെ വയറ്റിലാ? ആ എരണം കെട്ടവളുടെ വയറ്റിൽ. അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. എനിക്കതിന് ഒട്ടും തന്നെ താല്പര്യമില്ല. കുഞ്ഞ് ജനിക്കേണ്ടത് തറവാട്ടിൽ പിറന്ന ആരുടെയെങ്കിലും വയറ്റിലാണ്. ആ കുഞ്ഞിനെ മാത്രമേ കുഞ്ഞായി ഞാൻ അംഗീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ കുഞ്ഞ് നമുക്ക് വേണ്ട. നീ എങ്ങനെയെങ്കിലും അഞ്ജുമോളോടൊന്ന് സംസാരിച്ചു നോക്ക്. ചേച്ചി എന്തൊക്കെയാ പറയുന്നത്? ഞാൻ ഇക്കാര്യവും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ അവളെന്നെ ഓടിച്ചു വിടും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. നമ്മുടെ തറവാടിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞാൽ അവൾക്കത് മനസ്സിലാവും. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ആ മരുന്നൊന്ന് എത്തിക്കാൻ പറ. അതിനുശേഷം എന്ത് വേണമെന്ന് എനിക്കറിയാം. അത്രയും പറഞ്ഞുകൊണ്ട് അമ്പിളിയുടെ മകൾ അഞ്ജുവിനെ വിളിക്കാൻ പറഞ്ഞു വിട്ടു അംബിക. ആ സമയത്ത് അവർക്ക് എങ്ങനെയെങ്കിലും സാരംഗയുടെ വയറ്റിലുണ്ടായ കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന ചിന്ത മാത്രമായിരുന്നു. ചെയ്യുന്നത് മഹാപാപമാണെന്നും സ്വന്തം ചോരയോട് തന്നെയാണ് ഇത് ചെയ്യാൻ പോകുന്നത് എന്നുമുള്ള ഒരു ചിന്തയും ആ നിമിഷം അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല. സാരംഗിക്ക് കപ്പ പുഴുങ്ങിയത് കഴിക്കാൻ വല്ലാത്ത കൊതി തോന്നിയത് കൊണ്ടാണ് അത് വാങ്ങിക്കൊണ്ട് ബാലനും ചന്ദ്രികയും എത്തിയത്. അത് ഉണ്ടാക്കിയെടുക്കുന്നത് വരെ വലിയ കൊതിയായിരുന്നു. എന്നാൽ ഉണ്ടാക്കി മുന്നിൽ കൊണ്ടുവന്ന് വെച്ച സമയത്ത് ഒരു നുള്ളെടുത്ത് വായിലിട്ടപ്പോഴേക്കും അത് എല്ലാം കൂടി ഛർദിച്ച് പുറത്തേക്ക് പോയി. എപ്പോഴും ഇങ്ങനെയാണ്. ആഗ്രഹിച്ചും മോഹിച്ചും അവൾ എന്തെങ്കിലും കഴിക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ അത് ഛർദിച്ചു പോവുകയും ചെയ്യും. ഇതിപ്പോൾ നിത്യ സംഭവമാണ്. അത് കാണുമ്പോൾ ആനന്ദനും വല്ലാത്ത സങ്കടമാണ്. ഇത്തവണ ആനന്ദൻ അവിടെയില്ല. ഇലക്ഷൻ പരിപാടിക്ക് പോയിരിക്കുകയാണ്. അവൻ ഇത്തവണ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നില്ല എന്ന് പലതവണ പറഞ്ഞതാണ്.
എങ്കിലും പാർട്ടി കേട്ടിരുന്നില്ല. അതേപോലെ തന്നെ സാരംഗിയും. അവൾ കാരണം നഷ്ടപ്പെട്ട ഒരു അവസരമാണ്. അത് തിരികെ വരുമ്പോൾ അത് ചെയ്യാതിരിക്കരുതെന്ന് അവനോട് അവൾ പറഞ്ഞിരുന്നു. അവള് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഒട്ടും താല്പര്യമില്ലാതിരുന്നിട്ട് പോലും ഇലക്ഷന് മത്സരിക്കാൻ അവൻ തീരുമാനിച്ചത്. എന്നാൽ സാധാരണ പോലെയല്ല, ഇത് നിയമസഭാ ഇലക്ഷനാണ്. വിജയിച്ചാൽ MLA സ്ഥാനമാണ്. അതിന്റെ ഒരു ഭയവും അവന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ വല്ലാത്ത തിരക്കിലായിരുന്നു. എത്ര തിരക്കിലാണെങ്കിലും അവളുടെ കാര്യങ്ങളൊന്നും തന്നെ അവൻ നോക്കാതിരുന്നിട്ടില്ല. അവൾക്ക് വേണ്ടി അവൻ എപ്പോഴും വന്നിരുന്നു. പ്രത്യേകിച്ച് അവളുടെ ചെക്കപ്പ് ദിവസങ്ങളിലും അവൾക്ക് ആവശ്യമുള്ള സമയങ്ങളിലുമെല്ലാം. എത്ര വൈകിയാണെങ്കിലും അനന്തൻ വന്നാൽ അവന്റെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നേ അവൾ ഉറങ്ങാറുള്ളൂ. വൈകുന്നേരം യാത്ര പറഞ്ഞു പോയി അനന്തൻ വൈകുന്നത് കൊണ്ട് തന്നെ ചന്ദ്രിക അവിടെ നിൽക്കാൻ തീരുമാനിച്ചിരുന്നു. കുറച്ചു നാളുകളായി അങ്ങനെയാണ്. ചന്ദ്രിക ഇവർക്കൊപ്പം ഉണ്ടാകും. പെട്ടെന്ന് വീടിന്റെ മുൻപിൽ ഒരു കാറ് കൊണ്ടുവന്ന് നിർത്തി. അനന്തനാണെന്ന് കരുതിയാണ് സാരംഗി ഓടി ചെന്നത്. എന്നാൽ കാറിനുള്ളിൽ നിന്നും ഇറങ്ങുന്ന ആളുകളെ കണ്ടതും അവള് ശരിക്കും അമ്പരന്ന് പോയി. അംബികയും അനന്യയും രണ്ടുപേരും വരുമെന്ന് ഒട്ടും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ ഗർഭിണിയാണെന്ന വിവരം അച്ചുവേട്ടൻ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും നാളായിട്ടും ആരും ഇവിടേക്ക് വന്നിട്ടോ ഒന്ന് വിളിച്ചിട്ടുമില്ല. എന്താണ് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത് എന്ന് ഇരുവരും ചിന്തിച്ചു. എന്നാൽ പതിവിന് വിപരീതമായി അവരുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന ചിരി കണ്ടതും ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോയിരുന്നു അവൾ. ചെറുചിരിയോടെ വണ്ടിയിൽ നിന്നും ഇറങ്ങി വരുന്ന അംബികയെ കണ്ടപ്പോൾ താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോയി സാരംഗി. അവൾക്ക് പിന്നാലെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ചന്ദ്രികയും ഈ കാഴ്ച കണ്ട് അമ്പരന്നു നിന്നു. ഏറെ പരിചിതരെ പോലെ അവിടേക്ക് വന്നുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ എന്തു പറയണമെന്നറിയാതെ പരിഭ്രമിച്ചൊരു പുഞ്ചിരി നൽകി ചന്ദ്രിക. അത് പിന്നെ മോൻ പറഞ്ഞു ഇവളിവിടെ ഒറ്റയ്ക്കാണെന്ന്. അപ്പോൾ ഇവിടെ നിൽക്കാമെന്ന് കരുതി. അതുകൊണ്ടാ. പെട്ടെന്ന് വിനയത്തോടെ അവര് പറഞ്ഞു. അതിനെന്താ, അവൾ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വേണ്ടേ സഹായിക്കാൻ? ഏതായാലും ഇനി എന്റെ മോൾ ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരില്ല. ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാ. ഏറെ വാത്സല്യപൂർവ്വം അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക അത് പറഞ്ഞപ്പോൾ താൻ സ്വപ്നം കാണുകയാണോ എന്ന് പോലും ആ നിമിഷം തോന്നിപ്പോയി സാരംഗിക്ക്. അതേ ഞെട്ടലോടെ തന്നെയാണ് സാരംഗി ചന്ദ്രിക മുഖത്തേക്ക് നോക്കിയപ്പോൾ അവിടെയും അതേ ഭാവം തന്നെ. ഞെട്ടിത്തരിച്ചത് പോലെ നിൽക്കുകയാണ്. എന്റെ കുഞ്ഞു ജനിക്കേണ്ടത് ഏതെങ്കിലും വാടക വീട്ടിലല്ല, ഒയ്യാര തറവാട്ടിൽ തന്നെയാണ്. അതുകൊണ്ട് അച്ചു വരട്ടെ. ഞാൻ പറയുന്നുണ്ട് നിന്നെയും കൂട്ടി വീട്ടിലേക്ക് വരണമെന്ന്. എന്താണെങ്കിലും എത്രയും പെട്ടെന്ന് മോളും അച്ചുവും കൂടി വീട്ടിലേക്ക് വരണം. ഇനിയിപ്പോൾ ആരുമില്ലാതെ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടണ്ട. അവിടേക്ക് വന്നാൽ അമ്മ നിന്നെ നോക്കിക്കോളാം. അവർ അമ്മ എന്ന സംബോധന ചെയ്തത് പ്രത്യേകമായി ശ്രദ്ധിച്ചിരുന്നു ആ നിമിഷം സാരംഗി. ഇതുവരെയും അങ്ങനെയൊന്നും വിളിച്ചിട്ടുള്ള ഒരു പതിവില്ല. ഒരുപക്ഷെ അവരുടെ മകന്റെ കുഞ്ഞിനെ താൻ ഉദരത്തിൽ വഹിക്കുന്നുണ്ടെന്ന് അറിയുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹമായിരിക്കാം. പലപ്പോഴും പലയിടത്തും അങ്ങനെയാണല്ലോ. സ്വന്തം മകന്റെ കുഞ്ഞിനെ ഉദരത്തിൽ വഹിക്കുന്ന ഒരു പെൺകുട്ടിയോട് വിദ്വേഷം കാണിക്കാൻ ഒരമ്മയ്ക്കും സാധിക്കില്ലല്ലോ. അങ്ങനെയാണ് സാരംഗി ചിന്തിച്ചത്. എന്നാൽ എല്ലാ അമ്മമാരെയും പോലെയല്ല തന്റെ അമ്മ എന്നും ഒരുപാടൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല എന്നും ഒരിക്കൽ അണ്ണൻ അവളോട് പറഞ്ഞത് അവൾ ഓർത്തു. തന്റെ അമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ വിധവയാകേണ്ടി വന്നവളാണ് എന്നും അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു കർക്കശം അവർക്കുണ്ടെന്നും മൃദുല വികാരങ്ങളൊന്നും തന്നെ അവരെ അലട്ടുകയില്ലെന്നും ഒക്കെയാണ് ആനന്ദൻ പറഞ്ഞിരുന്നത്. എന്നാൽ ഈ വ്യക്തിയെ കുറിച്ചാണോ ഈ തരത്തിൽ പറഞ്ഞത് എന്ന ചിന്ത അവളുടെ മനസ്സിൽ വന്നു. അംബികയും എല്ലാ അമ്മമാരെയും പോലെ തന്നെ ഒരു സാധാരണക്കാരിയായ പാവം അമ്മയാണെന്ന് അവൾ ചിന്തിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഇങ്ങനെ വരില്ലല്ലോ. അവരുടെ സ്വപ്നങ്ങളെല്ലാം ഇല്ലാതാക്കി തന്നോട് ഇത്രയും സ്നേഹത്തോടെ ഇടപെടില്ലല്ലോ. അവളുടെ മനസ്സാ നിമിഷം നിറഞ്ഞിരുന്നു. അവരുടെ മുഖത്തേക്ക് തന്നെ അവൾ നോക്കി. നീ എന്താ മോളെ ഇങ്ങനെ അന്താ വിട്ട് നിൽക്കുന്നത്? പ്രത്യേകിച്ച് ചെമ്മീനൊക്കെ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണോ അമ്മ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്? ഈ സമയത്തൊക്കെ അമ്മ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയായ കാര്യങ്ങളല്ലെന്ന് എനിക്കറിയാം. അതിനൊക്കെ നീ എന്നോട് ക്ഷമിക്കണം. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. ഞാൻ ആഗ്രഹിച്ച രീതിയിൽ വിവാഹം നടക്കാതെ വന്നപ്പോൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. പിന്നെ ആ സംഭവം കാരണം അവന്റെ രാഷ്ട്രീയ ഭാവിയൊക്കെ പോയി എന്ന് ഞാൻ വിചാരിച്ചു. ഈ സമയത്ത് ഇങ്ങനെയുള്ള ആഗ്രഹം അതൊക്കെ കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഒരിക്കലും നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി ആയിരുന്നില്ല. ഏതായാലും മോൾ അമ്മയോട് ക്ഷമിക്കും. അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അങ്ങനെ പറയുന്ന അംബികയെ അനന്യ പോലും ഒരു അത്ഭുതത്തോടെയാണ് നോക്കിയത്. അമ്മയ്ക്ക് എങ്ങനെ കഴിയും ഇങ്ങനെ പറയാനെന്നായിരുന്നു ആ നിമിഷം അവൾ മനസ്സിൽ ചിന്തിച്ചിരുന്നത്. ഇതിനെല്ലാം നിന്നെ കൊണ്ട് ഞാൻ കണക്ക് ചോദിപ്പിക്കും എന്നാണ് ആ നിമിഷം മനസ്സിൽ അവർ കരുതിയത്. വന്ന പാടെ ഇങ്ങനെ നിന്നാലോ? കയറിയകത്തേക്ക്
ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചാന്ദ്രിക പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ദേഷ്യം തന്നെ ആ നിമിഷം ചാന്ദ്രികയോട് തോന്നി അംബികയ്ക്ക്. തന്റെ മകൻ വാടക കൊടുക്കുന്ന വീട്ടിൽ തന്നെ അകത്തേക്ക് ക്ഷണിക്കാൻ ഇവൾ ആരാണെന്നുള്ള ചിന്തയായിരുന്നു അത്. തന്റെ വീട്ടിലെ അടുക്കളപ്പുറത്ത് കിടന്നവൾ ഇപ്പോൾ വലിയ വീട്ടുകാരെ തന്നോട് കയറിയിരിക്കാൻ പറയുന്നു. വല്ലാത്തൊരു ദേഷ്യം തന്നെ ആ നിമിഷം തോന്നിയെങ്കിലും അത് മുഖത്ത് വരതാതെയാണ് അവർ നിന്നത്. ആ നിമിഷം തന്നെ വേണ്ട ചന്ദ്രിക, കയറുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഈ വീട്ടിലേക്ക് കയറിയാൽ അത് ശരിയാവില്ല. എനിക്ക് ഈ വീട്ടിലേക്ക് കയറണമെന്നൊരു ആഗ്രഹവുമില്ല. എന്നോടുള്ള ദേഷ്യത്തിൽ എന്റെ മോൻ വന്ന് താമസിച്ച വീടല്ലേ ഇത്. ഈ വീട് എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ടല്ല കയറാത്തത് കേട്ടോ. എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് മോളെയും അച്ഛനെയും വീട്ടിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട് എനിക്ക്. അവൻ വീട്ടിലേക്ക് വന്നില്ലെങ്കിൽ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് താമസിക്കാം. വളരെ പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാൻ വരുന്ന ദിവസം ഞാൻ വീട്ടിൽ കയറാം. അല്ലാതെ തൽക്കാലം ഞാൻ ഈ വീട്ടിലേക്ക് കയറാൻ ഉദ്ദേശിച്ചിട്ടില്ല. മോളെ വന്ന് ഒന്ന് കാണാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഇങ്ങനെ ഇരിക്കുമ്പോൾ വന്ന് ഒന്ന് കണ്ടില്ലെങ്കിൽ അത് ശരിയല്ലെന്ന് തോന്നി. പിന്നെ നിനക്ക് കുഞ്ഞുണ്ടാവാൻ പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാനൊരു പ്രത്യേക കൂട്ടിൽ ലേഹ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ തറവാട്ടിൽ ഗർഭിണികളാകുന്ന പെൺകുട്ടികൾ എല്ലാവരും കഴിക്കുന്നതാണ് ഈ ലേഹ്യം. ആദ്യം കഴിക്കുമ്പോൾ ചെറിയ വയറ്റുവേദനയൊക്കെ ഉണ്ടാകും. എങ്കിലും കുഞ്ഞിന് നല്ലതാണ്. സ്ഥിരമായിട്ട് ഒരാഴ്ചയെങ്കിലും കഴിക്കണം. എങ്കിലേ ഗുണം കിട്ടും. ഞാൻ പ്രത്യേകം പറഞ്ഞുണ്ടാക്കി വെച്ചതാ. ഇത് മോൾക്ക് തരാൻ വേണ്ടിയാ ഞാനിങ്ങോട്ട് വന്നത്. അവളുടെ കയ്യിലേക്ക് ഒരു ലേഹ്യത്തിന്റെ കുപ്പി വച്ച് കൊടുത്തുകൊണ്ട് അവരത് പറഞ്ഞതും അവളെ ഏറെ സന്തോഷത്തോടെ ആ കുപ്പി വാങ്ങി. അമ്മ ആദ്യമായി തനിക്ക് വേണ്ടി ഉണ്ടാക്കിയെടുത്തതല്ലേ. ഇപ്പോൾ തന്നെ ഒരു സ്പൂണങ്ങ് കഴിച്ചു. കുഞ്ഞിന് നല്ല സൗന്ദര്യവും അമ്മയ്ക്ക് നല്ലതുപോലെ പാലും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ വളരെ നല്ലതാ ഇത്. ചൂടിലതയോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞപ്പോൾ ചുണ്ടിൽ ഗൂഢമായ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മിണ്ടാതെ നിൽക്കുന്നത് എന്താനു, നിന്റെ ഏട്ടത്തിയായത്. നീ അവളോട് എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്? അനന്യയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അംബിക പറഞ്ഞു. ഏട്ടത്തിയോട് ചെയ്തതിനൊക്കെ മാപ്പ് പറയാൻ നോക്ക്. അംബിക പറഞ്ഞ നിമിഷം സാരംഗിക്ക് വല്ലാത്തൊരു മടുപ്പാണ് തോന്നിയത്. അവളോട് തന്നെ മാപ്പ് പറയിപ്പിക്കാൻ പോവുകയാണോ എന്ന ചിന്ത അവളുടെ മുഖത്തേക്ക് താല്പര്യമില്ലാതെ നോക്കിയെങ്കിലും മുഖത്തൊരു ചിരി വരുത്താൻ അനന്യ മറന്നില്ല. അത് പിന്നെ സാരംഗി, നീ ഏട്ടത്തിന്ന് വിളിക്കടി. വീണ്ടും അവളെ ഒന്ന് പേടിപ്പിച്ചു അംബിക. ഏട്ടത്തി, ഞാൻ മടിച്ചാണെങ്കിലും അനന്യ പറഞ്ഞു തുടങ്ങി. അയ്യോ അനന്യ, എന്നോട് മാപ്പൊന്നും പറയണ്ട. നമ്മൾ ഒരേ പ്രായമുള്ളവരാ. എന്നെ ഏട്ടത്തിന്ന് വിളിക്കേണ്ട. സ്ഥാനം കൊണ്ട് ഏട്ടത്തിയാണെങ്കിലും നമ്മൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിൽ എത്രയോ കാലം പഠിച്ചിട്ടുള്ളവരാ. എന്നോട് ഒരു തെറ്റും ചെയ്തതായി എനിക്ക് തോന്നിയിട്ടില്ല. അതിനൊന്നും എന്നോട് മാപ്പ് പറയേണ്ട കാര്യമില്ല. പിന്നെ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്നെ ഒന്ന് തെറ്റ് ചെയ്തത് ഞാൻ തന്നെയാണ്. അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാക്കിയത് ഞാനല്ലേ. അറിഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിലും ചേട്ടന്റെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വരാൻ പാടില്ലായിരുന്നു. മുമ്പ് കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തൊക്കെയാണെങ്കിലും അമ്മ എന്നോട് സംസാരിച്ചപ്പോഴും എനിക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോഴും എനിക്കുണ്ടായ സന്തോഷം ചെറുതല്ല. വല്ലാത്തൊരു സന്തോഷവും സമാധാനവും ഒക്കെ എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാൻ കാരണം എന്തെങ്കിലും വിഷമം വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അറിഞ്ഞുകൊണ്ട് ഒരിക്കലും മുറിയിൽ പ്രണയത്തിന്റെ ഒരു പുതിയ വിഷമിപ്പിക്കണമെന്ന് ഞാൻ കരുതിയതല്ല. അനന്യയോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ടാണ് അവളത് പറഞ്ഞത്. ഒരു നിമിഷം രണ്ടുപേരിലെ പുരുഷൻ നിറഞ്ഞെങ്കിലും മുഖത്തൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് രണ്ടുപേരും പറഞ്ഞു, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ മോളെ, ഇനി എന്തിനാ അതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. അതായിരിക്കും നല്ലത് അല്ലെ ചന്ദ്രികയെ? അവരുടെ മുഖത്തേക്ക് കൂടി നോക്കിക്കൊണ്ട് അവരത് ചോദിച്ചതും സന്തോഷത്തോടെയും സമാധാനത്തോടെയും അവർ തലയാട്ടി. എങ്കിൽ പിന്നെ അകത്തേക്ക് പോയിട്ട് സ്പൂൺ എടുത്തിട്ട് വാ ചന്ദ്രികയെ, വേഗം മോളത് കഴിക്കട്ടെ. അവരത് പറഞ്ഞതും വേഗം സന്തോഷത്തോടെ സ്പൂൺ എടുക്കാൻ വേണ്ടി ചന്ദ്രിക അകത്തേക്ക് പോയി. ചന്ദ്രിക ഒരു സ്പൂണുമായി തിരികെ വന്നപ്പോൾ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു അംബികയും അനന്യയും. സാരംഗി ആകപ്പാടെ മാറിയതുപോലെ അവർക്ക് തോന്നി. ചൊടിയും ഒക്കെ വന്നൊന്ന് ഇരുത്തിയ സൗന്ദര്യം വന്നിട്ടുണ്ട്. തറവാട് ഇരുന്നപ്പോൾ തന്നെ കണ്ണു വെട്ടിച്ച് കിട്ടുന്ന സമയങ്ങളിൽ അവളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യിപ്പിക്കുമായിരുന്നു താൻ. എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി. ഇവിടെ അവൾ പ്രത്യേകിച്ച് ജോലികളൊന്നും ചെയ്യുന്നില്ലെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നിറവും സൗന്ദര്യവും ഒക്കെ വച്ചിട്ടുണ്ട്. തന്റെ മകന്റെ കാശിനാണ് അവൾ സുഖിക്കുന്നത് എന്ന ചിന്ത വീണ്ടും വല്ലാത്തൊരു ദേഷ്യം തന്നെ അംബികയിൽ നിറച്ചു. അതേപോലെ തന്നെ ഗർഭിണിയായപ്പോൾ അവൾക്കല്പം സൗന്ദര്യവും കൂടിയിട്ടുണ്ട്. അവളുടെ സൗന്ദര്യം അനന്യയിൽ അസൂയയും ദേഷ്യവും നിറച്ചു. ഈ സന്തോഷത്തിനും അവളുടെ മുഖത്തെ ചിരിക്കും അന്ത്യമുണ്ടാകാൻ അധിക സമയം വേണ്ടല്ലോ എന്നുള്ള ചിന്ത ആ നിമിഷം അനന്യയിൽ വന്നു. തന്റെ ഏട്ടനോടൊപ്പം സമാധാനത്തോടെ ജീവിക്കാമെന്നാണ് അവൾ സ്വപ്നം കാണുന്നതെന്ന് പുച്ഛത്തോടെ അനന്യ ഓർത്തു. കോളേജിലെ
വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ, പഠിക്കുന്നുണ്ടോ വല്ലതും? അംബിക ചോദിച്ചു. എവിടുന്ന്? അവൾക്ക് ഛർദിലൊഴിഞ്ഞ നേരം വേണ്ടി. അതിനൊക്കെ അകത്തു നിന്ന് സ്പൂൺ എടുത്തുകൊണ്ട് വന്ന് ചന്ദ്രിക പറഞ്ഞു, ഇനി ഛർദിക്കൊന്നുമില്ല. ഈ ലേഹ്യം കഴിച്ചാൽ ഛർദിലും പിടിച്ചു കെട്ടിയത് പോലെ നിൽക്കും. ആണോ? എന്നാ വേഗം ഒരു സ്പൂണ് കഴിക്കുമോളെ. മകള് ഛർദിച്ച് അവശയിരിക്കുന്നതിന്റെ വേദനയിലിരുന്ന ചന്ദ്രിക പറഞ്ഞപ്പോൾ അവളെ സമ്മതപൂർവ്വം തലയാട്ടി. അനന്തൻ വരാൻ ഒരുപാട് വൈകുമ്പോൾ പെട്ടെന്ന് അവൻ അവിടെ വന്നാലോ എന്നുള്ള ഭയം ഉള്ളിൽ ഉണ്ടായത് കൊണ്ട് അംബിക ചോദിച്ചു. അടുത്ത ഭാഗം ചിലപ്പോൾ രാത്രിയാവും. ഒരു 12 മണിയൊക്കെ ആകുമ്പോഴേക്ക് പ്രതീക്ഷിച്ചാ മതി. ഈ സമയത്തൊന്നും ഇപ്പോ അച്ചുവേട്ടനെ കാണാൻ പോലും കിട്ടില്ല. ഇന്ന് ദൂരെ എവിടെയോ പ്രചരണമാണെന്നാ പറഞ്ഞത്. അതുകൊണ്ട് കുറച്ച് താമസിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാറെങ്കിൽ അത് പറഞ്ഞപ്പോൾ അവർക്ക് വല്ലാത്തൊരാശ്വാസം തോന്നി. ഇനി വർത്തമാനമൊക്കെ പിന്നെ, മോള് വേഗം അത് കഴിക്കാൻ നോക്ക്. അവരത് പറഞ്ഞ നിമിഷം അവൾ അതിൽ നിന്നും ഒരു സ്പൂൺ ലേഹ്യം എടുത്തു. അത് ചുണ്ടോട് അടുപ്പിക്കാൻ തുടങ്ങിയതും ക്രൂരമായ ഒരു ചിരി അംബികയിലും അനന്യയിലും വിരിഞ്ഞു. തുടരും അടുത്ത ഭാഗത്തിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.